ഉച്ചയ്ക്ക് 1 മണി കഴിയുന്ന അവിടുന്ന് കൊണ്ടുപോരാൻ അത്രയും സമയം എന്തുകൊണ്ട്? അതായത് മാനന്തവാടി മെഡിക്കൽ കോളേജിൽ ഇതിനുള്ള സംവിധാനമില്ല എന്ന് ഏറെക്കുറെ ഉറപ്പാണ്. എന്നിട്ടും അല്ല, അതുകൊണ്ടാണല്ലോ നമ്മൾ എയർലിഫ്റ്റ് സാധിക്കുമെന്ന് പരിശോധിച്ച് നോക്കി. എയർലിഫ്റ്റിങ്ങിന് പ്രയാസം സംഭവിച്ചു. എന്നാലും സമാന്തരമായി തന്നെ റോഡ് വഴി എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി. 2 SP-മാർക്ക് ചുമതല കൊടുത്തു. റോഡ് ബ്ലോക്ക് ചെയ്തു. പരമാവധി വേഗത്തിലെത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതേപോലെ പ്രാഥമികമായി നമുക്ക് ലഭിച്ച വിവരമനുസരിച്ച് അതിനകത്ത് ഒരു ആശങ്ക, അതങ്ങനെയല്ല എന്നൊരു പരാതി കുടുംബത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. ആ പരാതി ഗൗരവത്തിൽ തന്നെ പരിശോധിക്കുന്നു. ഈ മെഡിക്കൽ കോളേജ് വരെ എത്തിക്കാതെ ഈ വരുന്ന വഴിയിൽ സ്വകാര്യ ആശുപത്രികളുണ്ട് ഇത് വിദഗ്ധ ചികിത്സ കിട്ടുന്നത്, അവിടെ എങ്ങും കയറ്റാതെ ഇത്രയും ദൂരം എന്തുകൊണ്ട്? അങ്ങനെ നമുക്ക് പറയാം. നമ്മൾ പെട്ടെന്ന് ആലോചിക്കുന്ന ഏറ്റവും നല്ല വിദഗ്ധ ചികിത്സ കിട്ടുന്ന ഒരു കേന്ദ്രമായി സർക്കാർ ആശുപത്രി തന്നെയുണ്ട്. ആ സർക്കാർ ആശുപത്രിയിൽ എത്തിക്കാന്നാണ് അന്നേരം ആലോചിച്ചത്. വഴിനീളെയുള്ള ആശുപത്രികളെ കുറിച്ചല്ലല്ലോ ആലോചിച്ചത്. ഈ മുഖ്യമന്ത്രിയുടെ അവലോകന യോഗത്തിൽ ഈ പോളിന് അടക്കം ആക്രമണം ഉണ്ടാകുന്നവർക്ക് സ്വകാര്യ ആശുപത്രികൾ ചികിത്സ നൽകണമെന്നൊരു ആവശ്യം ഉന്നയിക്കപ്പെട്ടു. അല്ല, സ്വകാര്യ ചികിത്സ ചെയ്യുന്നവരുടെ കാര്യത്തിൽ പിന്നെ ചെലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ഇവിടെ ചെലവിൻ്റെ പ്രശ്നം ഈ കേസിൽ ഉത്ഭവിക്കുന്നില്ല. ഈ വിംസിലേക്ക് മാറ്റാമായിരുന്നു. അങ്ങനെ പല നല്ല ആശുപത്രി ഉണ്ടല്ലോ. അന്നേരം അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കും അത് കൈകാര്യം ചെയ്യുന്നവർക്കും അന്നേരം തോന്നിയത് ഏറ്റവും നല്ല ചികിത്സ കിട്ടാൻ പറ്റിയ കേന്ദ്രം കോഴിക്കോട് മെഡിക്കൽ കോളേജാണെന്നാണ്. അത് ഡോക്ടർമാരുടെ നിഗമനമാണ്. ആ ഡോക്ടർമാരുടെ നിഗമനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു നിലപാട് നമ്മളെ പോലുള്ളവർക്ക് സ്വീകരിക്കാൻ വേണ്ടി സാധിക്കില്ല. അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത മാനന്തവാടി പോലത്തെ ഒരു ആശുപത്രി ഒരുപാട് സമയം പോളിനെ അവിടെ വെച്ചിരുന്നു എന്നാണ് പറയുന്നത്. അല്ല, അത് അവിടുത്തെ ജനങ്ങളാണല്ലോ ആശുപത്രിയിൽ എത്തിച്ചത്. ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷമല്ലേ ഡോക്ടർമാർക്ക് പരിശോധിക്കാൻ പറ്റുള്ളൂ. ആ പരിശോധനയിൽ അവിടെ നിന്നുള്ള ചികിത്സ പോരാ, നല്ല കുറച്ചുകൂടി വിദഗ്ധ ചികിത്സ ആവശ്യമാണെന്ന് കണ്ടെത്തി. അത് എത്രയും പെട്ടെന്ന് ആ രോഗിയെ, ആ പരിക്കേറ്റ വ്യക്തിയെ, പോളിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു. അതിനപ്പുറം ഈ ആശുപത്രിയിൽ കൊണ്ടുപോയി കൂടെ, ആ ആശുപത്രിയിൽ കൊണ്ടുപോയി കൂടെ എന്ന് പലതരം അഭിപ്രായം ഉണ്ടാവും. പക്ഷേ ഡോക്ടർമാർക്ക് തോന്നിയത് നല്ല ചികിത്സ കൊടുക്കണമെങ്കിൽ അതിന് ഏറ്റവും നല്ല മാർഗവും നല്ല വിദഗ്ധ ഡോക്ടർമാരും ഉള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജാണെന്നുള്ള നിഗമനത്തിലാണ് അവരെത്തിയത്. സ്വകാര്യ ആശുപത്രിയിലെ ചെലവ് സംബന്ധിച്ചൊരു വ്യക്തത ഇല്ലാത്തതുകൊണ്ടായിരിക്കാം അവർ മെഡിക്കൽ കോളേജ് ചെലവ് സർക്കാർ എടുക്കാമെന്ന് തീരുമാനിച്ചു. അത് നമ്മുടെ ഊഹയല്ലേ? സർക്കാർ എടുക്കും. അവിടുത്തെ ഡോക്ടർ അല്ല, അത് നമ്മൾ ആൻറ്റിസിപ്പേറ്ററി ചോദ്യമാണ്. അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ, ഡോക്ടർമാരുൾപ്പെടെയുള്ളവർ പരിശോധിച്ചപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിക്കുന്നതാണ് ഏറ്റവും നല്ല ചികിത്സ ഉറപ്പാക്കാൻ നല്ലതെന്ന നിഗമനത്തിൽ, അത് ഒരു നിഗമനമാണ്. ആ നിഗമനത്തിൽ എത്തിച്ചേർന്ന സാഹചര്യങ്ങളെക്കുറിച്ച് നമ്മൾ സംശയത്തിൻ്റെ അളവ് പോലും വെച്ചല്ല ചർച്ച ചെയ്യേണ്ടത്. എന്നാൽ താങ്കളോട് പറഞ്ഞതുപോലെ മനഃപൂർവ്വമായ ഒരു അശ്രദ്ധ അക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നൊരു സംശയം, ആശങ്ക സ്വാഭാവികമായും കുടുംബത്തിനുണ്ടായിട്ടുണ്ട്. ആ കുടുംബത്തിൻ്റെ ആശങ്കകൾ പങ്കുവെച്ചുകൊണ്ട് അതിനാവശ്യമായ പരിശോധനയും അന്വേഷണവും നടത്തുന്നതിനെ കുറിച്ച് തന്നെയാണ് ഗവൺമെന്റ് ആലോചിക്കുന്നത്. അല്ല, ചികിത്സാ ചെലവായിട്ട് അന്നേരം ഒരു പ്രശ്നം ഉണ്ടായില്ല. വിദഗ്ധ ചികിത്സ എവിടെ കിട്ടുമെന്നാണ് ആലോചിച്ചത്. അല്ല, ഇനിയെങ്കിലും തന്നെ അങ്ങനെ നമ്മൾ ചോദിച്ചിട്ട് കാര്യമില്ല. വിദഗ്ധ ചികിത്സ എവിടെ കൊടുക്കാൻ കഴിയുമെന്ന് മാത്രമാണ് ഡോക്ടർമാർ ആലോചിച്ചിട്ടുണ്ടാകുക. അതിൻ്റെ ചെലവാര് വഹിക്കുമെന്ന് അവിടുത്തെ ഡോക്ടർമാർക്ക് ആലോചിക്കേണ്ട പ്രശ്നമില്ല, അവരാലോചിക്കേണ്ട ആവശ്യമില്ല. കാരണം അവരാലോചിക്കേണ്ടത് വിദഗ്ധ ചികിത്സ എവിടെയാണ് കൊടുക്കാൻ കഴിയുക. അതിന് ഇന്ന് നമ്മുടെ നിലവിലുള്ള ഏറ്റവും നല്ല ചികിത്സാ കേന്ദ്രം കോഴിക്കോട് മെഡിക്കൽ കോളേജാണെന്നാണ് അവർ കണ്ടെത്തിയത്. അതിൽ തന്നെ ഒരു പ്രശ്നമുണ്ട് കൃഷ്ണ. കാരണം എന്താ വെച്ചാൽ 1 വർഷം മുൻപാണ് കടുവ ആക്രമിച്ച തോമസ് എന്ന വ്യക്തിയെ ഇതേപോലെ കൊണ്ടുവരികയും വഴിയിൽ മരണപ്പെടുകയും അത് വിവാദമാവുകയും ചെയ്തിരുന്നു. അപ്പോൾ അങ്ങേക്ക് വയനാട് ജില്ലയുടെ ചുമതല കൂടി കൈകാര്യം ചെയ്തൊരു മിനിസ്റ്റർ എന്ന അർത്ഥത്തിൽ ഈ മെഡിക്കൽ കോളേജിന്റെ ഒരു പരാധീനത അത് മാറേണ്ടതല്ലേ? ഇപ്പോഴും കോഴിക്കോടിനെ ആശ്രയിച്ചാണ് വയനാട് മെഡിക്കൽ കോളേജിന്റെ നിൽപ്പ്. അല്ലാതെ തീർച്ചയായിട്ടും മാനന്തവാടി മെഡിക്കൽ കോളേജിൽ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഉണ്ടാക്കേണ്ട അനിവാര്യത ഊട്ടി ഉറപ്പിക്കുന്ന ഒന്നാണ് ഇന്നലെ ഉണ്ടായ ദാരുണമായ സംഭവം. അതൊക്കെ ഈ അക്രമം അതൊക്കെ നേരത്തെ നിലവിലുള്ളൊരു സാഹചര്യമാണല്ലോ. നിലവിലുള്ള സാഹചര്യത്തിൽ വിദഗ്ധ ചികിത്സ കൊടുക്കുക എന്നുള്ളതാണ് ഡോക്ടർമാരുടെ മുമ്പിലുള്ള ആദ്യത്തെ കടമ. ആ കടമ അവർ മനസ്സിലാക്കിയപ്പോൾ ഇന്ന് ഡോക്ടറെ കാണിക്കുന്നതാണ് നല്ലത്. അത് പരിശോധിക്കുന്ന ഡോക്ടർമാരുടെ അവരുടെ ഒരു നിഗമനമാണ്. ആ നിഗമനത്തെ നിങ്ങളെങ്ങനെയാണ് ആ നിഗമനത്തിൽ എത്തിയെന്ന് എങ്ങനെയാണ് ചോദ്യം ചെയ്യാൻ? ഇനി അതൊന്നും ഞാൻ ഒരു വിവാദമാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. വീട്ടുകാർക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പരിശോധിച്ച് ഉചിതമായ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ ഈ കാര്യത്തിലുള്ള നിലപാട്. ആ നിലപാട് ആവർത്തിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ഈ കുടുംബത്തിന് നഷ്ടപരിഹാരം അതിനെക്കുറിച്ച് എന്തെങ്കിലും തീരുമാനം? അല്ല, നഷ്ടപരിഹാരത്തിന് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൊണ്ട് ദാരുണമായ മരണത്തിൽ ഇവിടെ മാനന്തവാടിയുടെ തരത്തിൽ നഷ്ടപരിഹാരം കൊടുക്കുന്നതിന് വ്യവസ്ഥാപിതമായ ഒരു നടപടിക്രമങ്ങളുണ്ടല്ലോ.
ആ നടപടിക്രമങ്ങളനുസരിച്ചുള്ള എല്ലാ പരിചാരങ്ങളും കൊടുക്കും. പിന്നെ അഡീഷണലായിട്ട് കുറേ ആവശ്യങ്ങൾ അവർ ഉന്നയിച്ചിട്ടുണ്ട്. ആവശ്യങ്ങൾ പിന്നീട് പരിഗണിക്കാമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പറഞ്ഞ സാഹചര്യത്തിൽ ഈ കാര്യത്തിലും അങ്ങനെ ഒരു പരിഗണന ഉണ്ടാകുമെന്ന് തന്നെയല്ലേ കരുതേണ്ടത്. അനീഷിന്റെ കുടുംബത്തിന് കൊടുത്ത അതേ സഹായങ്ങൾ പോളിന്റെ കുടുംബത്തിനും ഉണ്ടാകുമെന്ന് ഉറപ്പുവരുത്താൻ കഴിയും, ജോലി ഉൾപ്പെടെയുള്ള കാര്യത്തിൽ? അല്ല, അജീഷിൻ്റെ കുടുംബത്തിന് എന്തൊക്കെ ഉറപ്പുകളാണ് കൊടുത്തത്, ആ ഉറപ്പുകളൊന്നും മാറേണ്ട കാര്യം. നിങ്ങളതിനെ തെറ്റായി വരും. അജീഷിൻ്റെ കാര്യത്തിൽ 2-3 പ്രശ്നങ്ങൾ മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് അയക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. സ്ഥിരം ജോലിയുടെ കാര്യം, കോമ്പൻസേഷൻ വർദ്ധിപ്പിക്കുന്ന കാര്യം, കുട്ടികളുടെ ചെലവ്, കാർഷിക കടങ്ങൾ, ഇതൊക്കെ മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് വിടാനാണ് അവിടെ തീരുമാനം. അത് അവിടെയുള്ളവർ അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനത്തെ സർക്കാർ അതിനാവശ്യമായ നടപടികളുമായി മുമ്പോട്ട് പോകും. പോളിന്റെ കുടുംബം അത്രത്തോളം സാമ്പത്തികമായിട്ടുള്ള ദാരിദ്ര്യം വളരെ വലുതാണ്. അതുകൊണ്ടാണല്ലോ അവർ വാച്ചർ പണിക്ക് താൽക്കാലിക ജീവനക്കാരനായിട്ട് പ്രവർത്തിക്കാൻ പോകുന്നത്. പക്ഷേ എല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ എല്ലാവർക്കും എല്ലാം ചെയ്യാൻ കഴിയില്ലല്ലോ. നമുക്കതിനൊരു വ്യവസ്ഥാപിതമായ നടപടിക്രമങ്ങൾ വെച്ചുകൊണ്ടല്ലേ സർക്കാർ പണം ചെലവഴിക്കാൻ പറ്റുള്ളൂ. സർക്കാർ പണം ചെലവഴിക്കുമ്പോൾ സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം എടുത്ത്, അപ്പോൾ ഏതായാലും ഇന്നത്തെ ഈ പ്രത്യേക സാഹചര്യത്തിൽ സാധ്യമായ എല്ലാ സഹായവും പിന്തുണയും ആ കുടുംബത്തിന് സർക്കാർ വാഗ്ദാനം ചെയ്യുന്നു. പ്രതിപക്ഷം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് രംഗത്ത്. അല്ല, അതായിക്കോട്ടെ. അപ്പം ഞാൻ രാജിവെക്കണമെന്ന് ഇപ്പോൾ പലർക്കും മനസ്സിലുണ്ടാവില്ല. അതൊരു രാഷ്ട്രീയ അതൊരു രാഷ്ട്രീയ ആവശ്യമല്ലേ. നമ്മളിപ്പം ചർച്ച ചെയ്യുന്ന രാഷ്ട്രീയ ആവശ്യമല്ല. ഒരു മനുഷ്യജീവൻ നഷ്ടപ്പെടാനിടയായ സാഹചര്യത്തിൽ അതിനെ ഫലപ്രദമായി, അത്തരം സംഭവങ്ങൾ ഫലപ്രദമായി ഉണ്ടാക്കാതിരിക്കാൻ AK ശശീന്ദ്രൻ രാജി ഉപകരിക്കുമെങ്കിൽ അത് പറഞ്ഞാൽ ഫലപ്രദമായി ഞാൻ രാജിവെച്ചാൽ എല്ലാം ഭംഗിയായി നടക്കുമോ? അതൊരു രാഷ്ട്രീയ മുദ്രാവാക്യമാണ്. ആ രാഷ്ട്രീയ മുദ്രാവാക്യത്തെ രാഷ്ട്രീയ മുദ്രാവാക്യത്തെ തന്നെ കാണുള്ളൂ. അതും ഇതുമായിട്ട് നമ്മൾ കൂട്ടിക്കൊടുക്കണ്ട. ഈ കൂട്ടത്തിൽ ഈ ഓണത്തിനിടയിൽ പുട്ട് കച്ചവടം എന്ന് പറഞ്ഞ പോലെ ഈ കൂട്ടത്തിനിടയിൽ ഒരു രാഷ്ട്രീയ ആവശ്യം ഉന്നയിച്ച് മുന്നോട്ട് വരുന്നത് അവർക്ക് ഈ പ്രശ്നത്തിലുള്ള ആത്മാർത്ഥതയില്ലായ്മയാണ് ചൂണ്ടിക്കാണിക്കുന്നത്.